എല്ലാവർക്കും എൻ്റെ ഫുഡ് ഫ്ലെക്സ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് ഓലനാണ്. നമ്മുടെ ഓണസദ്യയിലെ പ്രധാനപ്പെട്ട ഒരു വിഭവമാണ് ഓലൻ. എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഓലൻ ആവശ്യമായ സാധനങ്ങൾ: കുമ്പളങ്ങ നമ്മളിങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞത്, ഇത് ഇതേപോലെ അരിഞ്ഞത്. ചേമ്പ് ചുരണ്ടിയിട്ട് വട്ടത്തിലരിഞ്ഞ് ഈ കനത്തിൽ അരിഞ്ഞത് ചേമ്പ്. പയറ് നമ്മൾ ഈ നീളത്തിൽ അരിഞ്ഞത്. പിന്നെ പയറ് പൊളിച്ചിട്ട് അകത്തെ പയറ് പൊളിച്ച് ഇങ്ങനത്തെ പയറ് കിട്ടുന്നില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വൻപയർ പൊളിച്ച് യൂസ് ചെയ്യാം. പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത് 5 എണ്ണം. കറിവേപ്പില, 2-ാം പാല്, 1-ാം പാല്. 1-ാം പാല് എന്ന് പറയുന്നത് തേങ്ങ ശരിക്കും നമ്മൾ ആദ്യം വെള്ളം തൊടാതെ പിഴിഞ്ഞെടുക്കുന്ന പാല്. 2-ാം പാലെന്ന് പറയുന്നത് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് അരച്ചിട്ട് ഒന്നുകൂടെ പിഴിഞ്ഞെടുക്കുന്ന പാല്. ആദ്യം നമ്മൾ 2-ാം പാല് അടുപ്പത്ത് വെച്ച് അതിലേക്ക് ചേമ്പ് ഇടുക. ചേമ്പിട്ടൊന്ന് പകുതി വേവാകുമ്പോൾ മാത്രം മാറ്റി. കാരണം ചില ചേമ്പുകളൊന്നും നേരം അതുകൊണ്ടാണ് ചേമ്പിട്ട് തിളയ്ക്കാം വെച്ച് വേവിക്കണം. അടച്ച് വെക്കുമ്പോൾ മുഴുവനായിട്ട് അടച്ച് വെച്ചില്ല, അടപ്പിച്ചിട്ട് തുറന്നിരിക്കുന്നത് ചേമ്പ് തിളയ്ക്കുമ്പോൾ തിളച്ച് പോകും. ഇനി ചേമ്പ് ഒരു പകുതി വേവായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുമ്പളങ്ങ, പച്ചമുളക് എന്നിവ ഇട്ട് കൊടുക്കാം. പിന്നെ കുമ്പളങ്ങ അരിഞ്ഞത്, പിന്നെ പയർ അരിഞ്ഞത്, പച്ചമുളക്, പയറ് പൊളിച്ചത്, ഇല്ലെങ്കിൽ വൻപയർ വേവിച്ച് ഇട്ട് കൊടുക്കും. വൻപയർ വേവിച്ചിട്ട് ഇട്ട് കൊടുക്കുക. വൻപയർ ഇടുന്നുണ്ട്, വൻപയർ വേവിച്ചിട്ട് മാത്രമേ. ഒത്തിരി വേവാകണ്ട, പകുതി വേവാകും. ഇത് നമ്മൾ ഇട്ടിട്ടൊന്ന് ഇളക്കുക. ഇളക്കി വെച്ച് ഇതിനകത്തുള്ള 2-ാം പാല് ഇത് വേവാനുള്ള 2-ാം പാൽ അതിനകത്തുണ്ട് എന്ന് നോക്കുക. കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുക വേവാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഞാനിവിടെ 1 സ്പൂൺ ഉപ്പാണ് ചേർക്കാൻ പോകുന്നത്. ഉപ്പ് പിന്നെ ലാസ്റ്റിൽ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. ഇതിപ്പം വെള്ളം ആവശ്യത്തിനുണ്ട്, അതുകൊണ്ട് ഞാൻ വെള്ളം ഒഴിക്കുന്നില്ല. ഇനി നമ്മളിത് അടച്ച് വെച്ച് വേവിക്കുക. അടയ്ക്കുമ്പോൾ മുഴുവൻ അടയ്ക്കേണ്ട, ഇത് ഇങ്ങനെ തുറന്ന് വെക്കണം, ഇല്ലെങ്കിൽ അത് തിളച്ച് പോകും. നമുക്ക് ചേമ്പും കുമ്പളങ്ങയൊക്കെ വെക്കാമെന്ന് നോക്കാം. ചേമ്പ് വന്നിട്ടുണ്ട്, നല്ലോണം ഉടയുന്നുണ്ട്. കുമ്പളങ്ങയും ഇനി നമുക്കിതിലേക്ക് 1-ാം പാൽ ഒഴിച്ച് കൊടുക്കണം. അതിന് മുമ്പായിട്ട് ഗ്യാസ് സിമ്മേലാക്കണം. കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കുക. 1-ാം പാൽ ഒഴിക്കുക. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണ. 2 സ്പൂൺ വെളിച്ചെണ്ണ ഒത്തിരി അങ്ങിട്ട് ഇളക്കരുത്, ചേമ്പ് ഉടഞ്ഞു പോകും. ജസ്റ്റ് ഒന്ന് ഇതാക്കി പാലൊഴിച്ച് തിളയ്ക്കാനും പാടില്ല. 1-ാം പാൽ ഒഴിച്ചതിന് ശേഷം തിളയ്ക്കാൻ പാടില്ല. ചെറിയ ചൂടായി കഴിയുമ്പോൾ നമ്മൾ ഓഫ് ചെയ്യുക.
അപ്പം നമ്മളിവിടെ ഓലൻ റെഡി ആയിട്ടുണ്ട്. ഈ ഓലന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിച്ച കൊച്ചു ചേമ്പാണ്, ചെറിയ ചേമ്പാണ് നമ്മൾ ഓലന് എടുത്തത്. ആദ്യം ചെറിയ ചേമ്പും കുമ്പളങ്ങ എല്ലാം കൂടെ നമുക്കിട്ട് വേവിക്കാം, പക്ഷെ ചില ചേമ്പുകൾ വേവത്തില്ല. അതുകൊണ്ടാണ് ഇവിടെ ആദ്യം ചേമ്പ് ഇട്ടൊന്ന് തിളച്ചതിന് ശേഷം ബാക്കി കഷ്ണങ്ങൾ ഇട്ടത്. അപ്പം നമ്മുടെ ഇവിടെ ഓലൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും എൻ്റെ ഹാപ്പി ഓണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും